നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. പുതിയ തൊഴിലുറപ്പ് നിയമത്തിന് അംഗീകാരം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. പ്രതിപക്ഷത്തിൻ്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് പാർലമെൻറ്റ് ഇരുസഭകളിലും ബിൽ പാസാക്കിയത്. VBG റാംജി എന്നാണ് പുതിയ പദ്ധതിയുടെ ചുരുക്കപ്പേര്. ഇതോടെ UPA സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി നിലവിൽ വന്നു. പ്രതിപക്ഷത്തിൻ്റെ വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്ന് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആവശ്യപ്പെട്ടു. അതേസമയം ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും അതിന് ഭരണഘടനാപരമായ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ലെന്നും RSS മേധാവി മോഹൻ ഭഗവത് RSSൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കൊൽക്കത്തയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ വിദ്യാഭ്യാസം ജന്മാവകാശമെന്ന് കരുതേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഓരോ മെഡിക്കൽ സീറ്റിനും സർക്കാർ പ്രതിവർഷം 30 മുതൽ 35 വർഷം വരെ ചെലവഴിക്കുന്നുണ്ട്. അതിനാൽ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വിദേശത്ത് പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന്, എന്നാൽ രാജ്യത്ത് സൗകര്യങ്ങളില്ലെന്ന് പരാതിപ്പെടരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ യാത്രാ നിരക്കുകൾ പുതിയ പരിഷ്കാരങ്ങൾ ഡിസംബർ 26 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ നിരക്ക് മാറ്റത്തിലൂടെ ഏകദേശം 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ഓർഡിനറി ക്ലാസുകൾ 215 കിലോമീറ്റർ മുകളിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 1 പൈസ വീതം അധികം നൽകണം. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ AC ക്ലാസുകൾ കിലോമീറ്ററിന് 2 പൈസയാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം 215 കിലോമീറ്റർ താഴെ യാത്ര ചെയ്യുന്നവർക്ക് നിരക്ക് വർധക ബാധകമല്ല. ക്രിമിനൽ കേസുകൾക്ക് പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിൽ ഹൈക്കോടതികൾക്ക് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ച് സുപ്രീം കോടതി. ക്രിമിനൽ പശ്ചാത്തലവും കുറ്റത്തിൻ്റെ തീവ്രതയും പരിഗണിച്ച് വേണം ഹൈക്കോടതികൾ ജാമ്യം നൽകേണ്ടതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പാറ്റ്ന ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ നിർദ്ദേശം. മലപ്പുറം പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ഇന്നലെ വൈകിട്ട് പെരിന്തൽമണ്ണയിൽ CPM ഓഫീസിന് നേരെ കല്ലേറുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെയാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായത്. വീണ്ടും ലോക കേരള സഭ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. ജനുവരി 29 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ലോക കേരള സഭയുടെ 5ാം പതിപ്പിൻ്റെ ഉദ്ഘാടനം നടക്കും. തുടർന്ന് 30 തീയതികൾ നിയമസഭാ മന്ദിരത്തിൽ ലോക കേരള സഭ സമ്മേളനം നടത്തും. 10 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ലോക കേരള സഭ തൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് വീണ്ടും പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. യാത്ര ചെയ്യുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ വൃത്തിയുള്ള ശുചിമുറികളുടെ അഭാവത്തിന് പരിഹാരവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ സജ്ജമാക്കിയ ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങാനൊരുങ്ങുന്നു. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് ക്ലൂ സംവിധാനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ചെറുവള്ളി എസ്റ്റേറ്റും സമീപപ്രദേശത്തിന് ഏറ്റെടുക്കുന്നതിനായി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളും അനുബന്ധ റിപ്പോർട്ടുകളും കേരള ഹൈക്കോടതി റദ്ദാക്കി. വിമാനത്താവളത്തിനായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് അത്യാവശ്യമാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ മതിയാകും എന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ 22 മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്ത് മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരം. സംസ്ഥാനത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 11-നാണ് കോർപ്പറേഷനുകൾ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. രാവിലെ 11:30 ശേഷമാണ് കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. കൊച്ചി കോർപ്പറേഷൻ മേയർ പ്രഖ്യാപനം നീളുന്നു. KPC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് സാധ്യത കൂടുതലുണ്ടെങ്കിലും ടേം വ്യവസ്ഥയിൽ കൂടുതൽ പേരെ പരിഗണിക്കുമോ എന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. നേതൃത്വം 76 അംഗങ്ങൾ ഉള്ള കൗൺസിൽ കൊച്ചി കോർപ്പറേഷൻ ചുമതല ഏറ്റെടുത്തു. പദവിയും സീനിയോറിറ്റിയുമാണ് മാനദണ്ഡമെങ്കിൽ KPC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ആകും മേയർ. എന്നാൽ ലത്തീൻ സമുദായ പരിഗണനയെങ്കിൽ മാള കോൺഗ്രസ് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് VK മിനിമോളാകും. സമുദായം ഫോർട്ട് കൊച്ചി പരിഗണനയും എങ്കിൽ ഷൈനി മാത്യു സ്ഥാനത്തുള്ള സാധ്യതയാണ് ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ കളത്തിലിറങ്ങാൻ UDF. സീറ്റ് വിഭജനം നേരത്തെ തീർക്കും. സീറ്റ് വിഭജനം UDF യോഗം ഇന്ന് ചേർന്ന് തീരുമാനിക്കും. മണ്ഡലങ്ങളെ 3ആയി തിരിച്ചെടുപ്പ് തന്ത്രം തയ്യാറാക്കും. ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ ശക്തമായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കുന്ന സീറ്റുകൾ സാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്നിങ്ങനെ മണ്ഡലങ്ങളെ തരം തിരിക്കും. കണ്ണൂരിൽ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന BJP CPM കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യില്ല.
പയ്യന്നൂർ നഗരസഭയിലെ CPM കൗൺസിലർ VK നിഷാദ്, തലശ്ശേരി നഗരസഭയിലെ BJP കൗൺസിലർ U പ്രസാദ് എന്നിവരാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്താതിരുന്നത്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് VK നിഷാദ് ശിക്ഷിക്കപ്പെട്ടത്. അതേസമയം തലശ്ശേരി കോടതി ഏരിയയിൽ CPM പ്രവർത്തനായ P രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് U പ്രശാന്ത് ശിക്ഷിക്കപ്പെട്ടത്. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ സത്യപ്രതിജ്ഞയുടെ കൗൺസിലറെ കയ്യേറ്റം ചെയ്തു. പരിക്കേറ്റ UDF 16 വാർഡ് കൗൺസിലർ ജോമി മാത്യുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലാ നഗരസഭയിൽ അധ്യക്ഷസ്ഥാനം നൽകുന്നവരെ പിന്തുണയ്ക്കുമെന്ന് പുള്ളിക്കണ്ടം കുടുംബം. ദിയ ബിനു പുള്ളിക്കണ്ടത്തെ നഗരസഭ അധ്യക്ഷരാക്കണമെന്ന പുള്ളിക്കണ്ടം കുടുംബം ആവശ്യപ്പെടുന്നു. ഇന്നലെ പാലായിൽ ചേർന്ന ജനസഭയിലാണ് പുള്ളിക്കണ്ടത്തെ കൗൺസിലർമാർ ജനങ്ങളോട് നിലപാട് പ്രഖ്യാപിച്ചത്. പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം എഴുതി വാങ്ങി ആവശ്യം അംഗീകരിക്കുന്നവരെ പിന്തുണയ്ക്കാനാണ് ഏകദേശ ധാരണ. ജനസഭയിൽ വെച്ച് ഭൂരിപക്ഷ ആളുകളും UDFനെ പിന്തുണയ്ക്കും എന്നാണ് ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈശ്വര നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി R ശ്രീലേഖ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേമാതരം പറഞ്ഞാണ് R ശ്രീലേഖ അവസാനിപ്പിച്ചത്. അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അണികൾ ഉച്ചത്തിൽ ഭാരത് മാതാ കി ജയ് വിളിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ മേയർ ആരെന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടത് കോട്ടയം മുട്ടറ ഡിവിഷനിൽ വിജയിച്ച വൈഷ സുരേഷിനെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. കോർപ്പറേഷൻ ഇടത് കോട്ടയ മുട്ടറ ഡിവിഷനിൽ നിന്നും ജയമായിരുന്നു വൈഷ്ണവ സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.